നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സകല ഉടായ്പകളും വന്ന് മുറിയെടുക്കുന്ന ഒരു ലോഡ്ജ്, ഒറ്റയ്ക്കൊരു മുറി. ഇവിടെ ഞാനും നീയും മാത്രം. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്ന എന്ത് കാര്യമാണ് നീ മനസ്സിലാക്കിയിട്ടുള്ളത്? അന്ന് ആ ഹോട്ടലില് നീ മയങ്ങിക്കിടന്ന ദിവസം ഇമ്മോറൽ ട്രാഫിക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തേനെന്ന് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായോ? ഇല്ലല്ലോ. നീ എന്റെ ഭാര്യയാണെന്ന് വരുത്തി തീർത്താൽ നിന്റെ ജീവിതവും എന്റെ ജീവിതവും രക്ഷപ്പെടും. അതിനുവേണ്ടിയാ ഞാൻ താലി കെട്ടിയെന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ? ഒരിക്കലും ഇല്ല. ഒരു പുരുഷൻ ഒരു പെണ്ണിനെ താലി കെട്ടുവാനും ഭാര്യയാക്കാനും ആഗ്രഹിക്കുന്നത് കാമം കൊണ്ടല്ല, അവളോടുള്ള ഇഷ്ടം കൊണ്ടും ബഹുമാനം കൊണ്ടുമാണെന്ന് എന്നെങ്കിലും നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. നിനക്കൊന്നും ഒരിക്കലും മനസ്സിലായിട്ടില്ല ആരതി. ഒന്നും ഒരിക്കലും മനസ്സിലാക്കാൻ നീ ശ്രമിച്ചിട്ടുമില്ല. പക്ഷേ ഇനി ചിലതൊക്കെ നീ മനസ്സിലാക്കും. അത് മനസ്സിലാക്കിയിട്ട് നിന്നെ ഈ മുറിയിൽ നിന്ന് പുറത്തു വിടും. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ധൃതി വെക്കല്ലേ, ചേട്ടൻ എല്ലാം പറഞ്ഞുതരാം. ഒന്ന് സമാധാനപ്പെട്. എന്തിനാ നിങ്ങൾ വാതിൽ ലോക്ക് ചെയ്യുന്നേ? തുറന്നിട്, ഇവിടെ നല്ല ചൂടാ. അയ്യോ, നമുക്കൊരു പ്രൈവസി ഒക്കെ വേണ്ടേ ഭാരതി? ചൂടിന് നമുക്ക് ഫാൻ ഇട്ടാ പോരെ? മാത്രമല്ല, ആരൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ലോഡ്ജായത്. ആ താഴത്തെ പയ്യൻ തന്നെ വന്ന് എത്തി നോക്കിയ മോശമല്ലേ നമുക്ക്? എന്ത് മോശം? നിങ്ങൾ ഇത് എന്തിനുള്ള പുറപ്പാടാ? സത്യം പറ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? കാലം കുറച്ചായില്ലേ നീ എന്നെ ഇങ്ങനെ ഇട്ട് പന്ത് കളിക്കാൻ തുടങ്ങിയിട്ട്. മാത്രമല്ല, എന്നെ പോലെ ഒരു കുരിശിനെ എല്ലാവരും കൂടി എടുത്ത് നിന്റെ തലയിൽ വെച്ച് തന്നേക്കുവാണെന്നല്ലേ നീ പറയുന്നത്? പക്ഷെ ശരിക്കുള്ള കുരിശ് ആരാ? നീ തന്നെ. ഇത്രയും കാലം നീ എന്റെ നേരെ നായാട്ട് നടത്തി. ഇവിടെ ഇപ്പോ എന്റെ ഊഴവാ. പൂച്ച എലിയെ ഇട്ട് തട്ടിക്കളിക്കുന്നത് പോലെ ഞാനിപ്പോ നിന്നെ ഇവിടെ ഇട്ട് തട്ടിക്കളിക്കാൻ പോവാ. ഇത്രയും നാൾ നീ ചെയ്തതിനൊക്കെ പ്രതികാരം ചെയ്യാൻ ഈശ്വരന്മാരെ എനിക്കൊരു അവസരം തന്നതായത്. ഇപ്പൊ ഞാനത് ശരിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നീ പോലും പറയും ഈ മുരളി വെറും ഒരു മണ്ടനാണെന്ന്. എന്താ എന്താ നിങ്ങളുടെ ഭാവം? എന്നെ ഉപദ്രവിക്കാനാണോ? ഇതൊക്കെ ഒരു ഉപദ്രവമാണോ ഡാളി? പ്രേമമല്ലേ, നല്ല ഒന്നാന്തരം അടിച്ചുപൊളി പ്രേമം. ഞാനിവിടെ കിടന്ന് നിലവിളിച്ച് കൂവും. കൂവടി, സകല ശബ്ദം എടുത്ത് വിളിച്ചു കൂവ്. ആര് വരും നിന്നെ രക്ഷിക്കാനെന്ന് ഞാനൊന്ന് കാണട്ടെ. അടുത്ത് വരരുത്, അടുത്ത് വരരുതെന്നാ പറഞ്ഞ. അങ്ങനെ പേടിച്ചാലോ ഡാർലിംഗ്? ഞാൻ നിന്റെ ഭർത്താവല്ലേ? എനിക്കില്ല ചില അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ. എടാ പോടാതൊക്കെയാണ് ഭർത്താവിനെ വിളിക്കുന്നേ. പറഞ്ഞ കേൾക്കാൻ വേണ്ടി നിനക്ക്. ഇന്ന് തീർന്നു നിന്റെ അഹങ്കാരം. ഇന്ന് തീർക്കുന്നിന് ഞാൻ. എന്തു പറ്റിയാർത്തി? നീ എന്തിനാ വിളിക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.